ഈ കാർഡാണ് നമ്മൾ കാണേണ്ടത്. ഇത് വിസ കാർഡ്, അതുപോലെ തന്നെ മറ്റ് പല കമ്പനികളുടെ കാർഡുകളുണ്ട്. ഈ കാർഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ATM കാർഡ് പോലെ നമുക്ക് ഡെബിറ്റ് കാർഡ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഈ ഒരു കാർഡ് വാങ്ങിച്ച് ഈ ഷോപ്പിൽ കൊടുത്താൽ, ഈ കാർഡിന് $2 $2 മുതൽ $2.95 ഒരു കാർഡിന്, പ്രീപേ കാർഡ്. ഇവിടെ $1 50 ഉള്ളൂ, എന്ന് പറഞ്ഞാൽ $1.5. അതുപോലെ $1 കാർഡുമുണ്ട്. ഈ കാർഡ് മേടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എത്ര രൂപ, ഒരു 500 രൂപയോ അല്ലെങ്കിൽ $1000, $500, $100, $25 മുതൽ മുകളിലോട്ട് എത്ര വേണേലും ഇതിനകത്ത് ലോഡ് ചെയ്യാം. അത് ഈ കടയിൽ കൊടുത്താൽ നമ്മൾ എത്ര പൈസ കൊടുക്കുന്നോ അത്രയും പൈസ അവർ ഈ കാർഡിനകത്ത് ലോഡ് ചെയ്ത് തരും. നമുക്ക് ബാങ്ക് അക്കൗണ്ടിലുള്ള കാർഡ് നമുക്ക് യൂസ് ചെയ്യേണ്ട. ഈ കാർഡ് കൊണ്ട് നമുക്ക് ഏത് കടയിൽ കയറി സാധനം വാങ്ങിക്കാനും, അതോടൊപ്പം തന്നെ നമുക്ക് എവിടെ വേണേലും നമുക്കിത് ഉപയോഗിക്കാം. കയ്യിൽ കാശ് വേണ്ട, കയ്യിലെ കാശ് കാർഡാക്കി നമ്മുടെ ATM കാർഡ് ഉപയോഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് പോലെ. ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കുന്ന നമ്മൾ കാശ് കൊടുത്തിട്ടല്ല, അത് നമ്മൾ ക്രെഡിറ്റായിട്ട് മേടിക്കുന്നതാണ്. അല്ലാതെ ഡെബിറ്റ് കാർഡായിട്ട് നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പൈസ കൈ കൊണ്ട് നടക്കണ്ട. ആ പൈസ നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡുണ്ട്. ഗിഫ്റ്റ് കാർഡാണ് ഇത്. ഈ കാണുന്നതാണ് ഗിഫ്റ്റ് കാർഡ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഇതിന് $50 ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് ഈ ഗിഫ്റ്റ് കാർഡ് മേടിച്ചിട്ട് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം. ഗിഫ്റ്റ് മീൻസ് ഈ ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിന് നമുക്ക് ഈ കാർഡ് കൊടുത്താൽ മതി. അവർക്ക് ആ കാർഡ് കൊണ്ട് എത്ര രൂപ ലോഡ് ചെയ്തിരിക്കുന്നു അത്രയും പൈസ അവർക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.